IPL ഫൈനലിൽ RCBക്ക് 156 റൺസ് വിജയലക്ഷ്യം. ഗുജറാത്ത് 20 ഓവറിൽ 8 വിക്കറ്റിന് 155 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ഗുജറാത്ത് നിരയിൽ പിടിച്ചുനിന്നത്. റസിക് സാലം 3-ഉം ഹേസൽവുഡും ഭുവനേശ്വരും 2 വീതവും വിക്കറ്റ് വീഴ്ത്തി. വിശദാംശങ്ങളുമായി കിലാഫ് ചേരുന്നു. കിലാഫ്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. ഗുജറാത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആർക്കാണ് വിജയ സാധ്യതയേറുന്നത് കിലാഫ്? തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭേദപ്പെട്ട സ്കോർ എന്ന് പൊരുതാവുന്ന സ്കോറിലേക്ക് ആണ് ഇപ്പോൾ ഗുജറാത്ത് എത്തിയിരിക്കുന്നത്. അതിൽ വാഷിംഗ്ടൺ സുന്ദറിന്റെ അപരാജിത അർദ്ധ സെഞ്ചുറിയാണ് ഗുജറാത്തിനെ അല്പമെങ്കിലും ആശ്വാസമായത്. ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ഹൈ വോൾട്ടേജ് മത്സരമാണ്. അതേപോലെ തന്നെ ഒരു ഹൈ സ്കോറിംഗ് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനൊക്കെ വിപരീതമായി ബംഗളൂരുവിന്റെ ഒരു ബൗളിംഗ് നിരയുടെ സന്തുലിതമായ അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനമാണ് 155 റൺസിലേക്ക് ഗുജറാത്തിനെ പിടിച്ചു കിട്ടിയത്. ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് റാസിഖ് സലാമിന്റെ ഒരു മികച്ച പ്രകടനം. താരം 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ആ 3 വിക്കറ്റുകൾ എന്ന് പറയുന്നത് ഒരു മികച്ച പ്രകടനത്തിലേക്ക് പോവുകയായിരുന്ന നിഷാന്ത് സന്ധുവിന്റെയും അതേപോലെ തന്നെ രാഹുൽ തെവാട്ടിയുടെയും റാഷിദ് ഖാന്റെയും ഒരു 3 വിക്കറ്റുകളാണ് റാസിഖ് സലാം വീഴ്ത്തിയത്. ഒപ്പം തന്നെ ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും ഒരു മികച്ച രീതിയിൽ തന്നെ പന്തെറിയുകയും ഉണ്ടായി. ഇരുവരും ചേർന്ന് 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു. ഒപ്പം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ഹൈ സ്കോറിലേക്ക് പോവുകയായിരുന്ന ഒരു മത്സരത്തിനെ പിടിച്ചുകെട്ടാൻ ജേസൺ ഹോൾഡർ, ജേക്കബ് ഡഫിക്കും അതേപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയ്ക്കും സാധിച്ചു എന്നതും നമ്മൾ എടുത്തു പറയണം. കൃണാൽ പാണ്ഡ്യ 4 ഓവർ എറിഞ്ഞ് 23 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒപ്പം ഭുവനേശ്വർ കുമാർ ആകട്ടെ 29 റൺസാണ് വിട്ടുകൊടുത്തത്. ഇതിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സായ് സുദർശനെയും അതേപോലെ തന്നെ ശുഭ്മാൻ ഗില്ലിനെയും അതിവേഗം പുറത്താക്കാനായതാണ് ബംഗളൂരുവിന് കരുത്തായത്. ഒപ്പം ഈ ഇരു താരങ്ങളും പുറത്തായതോടെ തന്നെ ഈ ഒരു ഓറഞ്ച് ക്യാപ്പ്, ഈ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശി 15-കാരൻ ഉറപ്പാക്കുകയും ചെയ്തു. ഇതോടെ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ എന്ന റെക്കോർഡിലേക്കും വൈഭവ് സൂര്യവംശി കുതിക്കുകയും ചെയ്തു. എന്തായാലും 600 റൺസിലേക്കുള്ള വിരാട് കോഹ്ലി മാത്രമാണ് ഇനി 177 റൺസ് എടുത്താൽ മാത്രമേ ആ ഒരു ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അതൊരു അസാധ്യമായ ഒരു നേട്ടത്തിലേക്ക് പോകുമോ എന്നതിലും നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തായാലും 155 റൺസാണ് നിശ്ചിത ഓവറിൽ ഗുജറാത്തിന് എടുക്കാനായത് 8 വിക്കറ്റ് നഷ്ടത്തിൽ. ശരി കിലാഫ്, 156 റൺസ് വിജയലക്ഷ്യവുമായാണ് RCB ഇനി ബാറ്റിംഗ് ഇറങ്ങുക. കിലാഫ് അഹമ്മദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.